ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ടൈപ്പിസ്റ്റിൻ്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. 2024 നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആൻഡ് ഡിസ്കഷനാണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി ഒരു 45 ക്വസ്റ്റ്യനോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ 3 സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സെറ്റിലും 100 ക്വസ്റ്റ്യൻ വീതം. ഇതിപ്പോൾ 3ാമത്തെ സെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ടൈപ്പിസ്റ്റിൻ്റെ അണ്ടറിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം പോയി ഓരോ ക്വസ്റ്റ്യനും ഓരോ വീഡിയോസും എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യനായിട്ട് കാണുക, പഠിക്കുക. ദെൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. നോട്ട്സ് ആയിട്ട് വേണ്ടവർക്ക് ഡെയിലി നോട്ട്സും കറണ്ട് അഫെയർസും ഇടാറുണ്ട്. അതേപോലെ തന്നെ വീക്കെൻഡിൽ, അതായത് സൺഡേ വീഡിയോ നമ്മൾ ഇടാറില്ല. ആ ദിവസം ചെറിയ എക്സാമായിട്ടും ടെലഗ്രാമിൽ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 46ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ സ്ലൈഡ് ഷോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ സ്ലൈഡ് ഷോ? ഏത് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചാണ് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ യൂസിങ് F5 കീ, ഓപ്ഷൻ ബി യൂസിങ് F3 കീ, ഓപ്ഷൻ സി യൂസിങ് F1 കീ, ഓപ്ഷൻ ഡി യൂസിങ് F6 കീ. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ യൂസിങ് F5 കീ ആണ് ആൻസർ വരുന്നത്. അപ്പം ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓരോ കീസും എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. F5 എന്ന് പറയുന്നത് ടു സ്റ്റാർട്ട് എ സ്ലൈഡ് ഷോ ഫ്രം ദ ബിഗിനിങ്, അതായത് ബിഗിനിങ്ങിൽ തന്നെ സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് F5, ഷോർട്ട് കട്ട് കീ ആണ്. അതേപോലെ F3 എന്ന് പറയുന്നത് ഫൈൻഡ് ഫയൽ ഓർ ഫോൾഡർ, ഫോൾഡറോ അല്ലെങ്കിൽ ഫയലോ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് F3. അതേപോലെ F1 എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പ് മെനു ആയിട്ട് പവർ പോയിന്റിലേക്ക് ഉപയോഗിക്കുന്നതാണ് F1. F6 എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് ദ അഡ്രസ് ബാർ, അതായത് അഡ്രസ് ബാറൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ ആണ് F6 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് കീ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ എഴുതി വെക്കാനായിട്ട് സാധിക്കുള്ളൂ. F5 എന്ന് പറയുന്നത് എന്താണ്? ബിഗിനിങ്, സ്റ്റാർട്ട് എ സ്ലൈഡ് ഷോ ഫ്രം ദ ബിഗിനിങ്, അതാണ് F5. F3 എന്ന് പറയുന്നത് ഫൈൻഡ് ഫയൽ ഓർ ഫോൾഡർ. F1 ഓപ്പൺ ദ ഹെൽപ്പ് മെനു എന്ന് ഓർത്താൽ മതി. F1. F6 ഹൈലൈറ്റ് ചെയ്യുന്നു, അഡ്രസ് ബാർ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നും ഓർത്ത് വെക്കുക. 47ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റോപ്പ് ദ സ്ലൈഡ് ഷോ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എസ്ക് കീ, ഓപ്ഷൻ ബി Ctrl+O, ഓപ്ഷൻ സി Ctrl+N, ഓപ്ഷൻ ഡി Ctrl+K. ആൻസർ വരുന്നത് ഓപ്ഷൻ എ എസ്ക് കീ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ്റെ വിശദീകരണം നോക്കാം. എസ്ക് കീ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞല്ലോ, സ്ലൈഡിന് വേണ്ടിയിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് എസ്ക് കീ എന്ന് പറയുന്നത്. Ctrl+O എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് Ctrl+O. അതേപോലെ തന്നെ Ctrl+N എന്നാണ്. Ctrl+N എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് Ctrl+N എന്ന് പറയുന്നത്. അതേപോലെ തന്നെ Ctrl+K എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്, ഒരു ഷോർട്ട് കട്ട് കീ ആണ്. Ctrl+K എന്ന് പറയുന്നത് ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക് ആണ്. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ നോട്ടായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നോട്ടായിട്ട് എഴുതി വെച്ചിട്ട് എക്സാം ആകുമ്പോൾ ഒന്നും കൂടെ റിവേഴ്സ് ചെയ്യാവുന്നതാണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഹെൽപ്പ് ഇൻ പവർ പോയിന്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഹെൽപ്പ് ഇൻ പവർ പോയിന്റ്? അതായത് പവർ പോയിന്റിൽ ഷോർട്ട് കട്ട് കീ ആയിട്ട് ഉപയോഗിക്കുന്ന ഹെൽപ്പ് മെനു ഏതാണ്? ഹെൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ പവർ പോയിന്റിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ F1 കണ്ടോ, നമ്മൾ 46ാമത്തെ ക്വസ്റ്റ്യനിൽ F1 എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. F1, F5, F3, F6. ഇവിടെ F1ഉം F2, F3, F4 ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി കാണും.
അപ്പം F1 എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, എങ്കിലും ഒന്നും കൂടെ പറയാം. F1 ഹെൽപ്പ് മെനു ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, ഹെൽപ്പ് മെനു. അപ്പം ഇത് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ F1 ആണ്. അപ്പം നമുക്ക് ഓപ്ഷനിലുള്ള ഓരോന്നും എന്താണ് വിശദീകരണം നോക്കാം. അപ്പോൾ F1 പറഞ്ഞു കഴിഞ്ഞു. F2 എന്ന് പറയുന്നത് ചേഞ്ച് ദ നെയിം ഓഫ് എ സ്പെസിഫിക് ഫയൽ ഓർ ഫോൾഡർ. അപ്പം ഫയലിലോ ഫോൾഡറോ ഒരു നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് F2 എന്ന് പറയുന്നത്. F3 എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് സെർച്ച് ഫങ്ഷൻ ഇൻ വിൻഡോസിലെ ഒരു സെർച്ച് ഫങ്ഷൻ ആക്റ്റീവ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് F3 എന്ന് പറയുന്നത്. F4 എന്ന് പറഞ്ഞാൽ പവർ പോയിന്റിലായിട്ട് കൂടുതലായിട്ട്, അതായത് ലാസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ കമാൻഡ് റിപ്പീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് F4 എന്ന് പറയുന്നത്. 49ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മെനു ടു ക്രിയേറ്റ് എ ടെക്സ്റ്റ് ബോക്സ് ഓൺ എ സ്ലൈഡ്. വിച്ച് ഈസ് ദ മെനു ടു ക്രിയേറ്റ് എ ടെക്സ്റ്റ് ബോക്സ് ഓൺ എ സ്ലൈഡ്. അപ്പം എങ്ങനെയാണ് സ്ലൈഡിലൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വ്യൂ ടെക്സ്റ്റ് ബോക്സ്, ഓപ്ഷൻ ബി ടൂൾസ് ടെക്സ്റ്റ് ബോക്സ്, ഓപ്ഷൻ സി ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്, ഓപ്ഷൻ ഡി ഫോർമാറ്റ് ടെക്സ്റ്റ് ബോക്സ്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു പിക്ചറും കൂടെ ആഡ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഈ കിടക്കുന്ന പിക്ചർ കണ്ടല്ലോ, ഇൻസേർട്ട്, അതേപോലെ ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് കണ്ടോ, ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ എങ്ങനെയാണ് കൊടുത്തേക്കുന്നതെന്ന് ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പിക്ചർ ആഡ് ചെയ്യുന്നത് കേട്ടോ. പറയുമ്പോൾ നമുക്ക് ഒരു കുറച്ചും കൂടി ഒരു ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് പിക്ചർ ആഡ് ചെയ്യുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഈസ് എ കളക്ഷൻ ഓഫ്. പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഈസ് എ കളക്ഷൻ ഓഫ്. അതായത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ എന്തിൻ്റെ കളക്ഷൻ ആണെന്നാണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. സ്ലൈഡ് ആൻഡ് ഹാൻഡ് ഔട്ട്, ഓപ്ഷൻ ബി സ്പീക്കേഴ്സ് നോട്ട്സ്, ഓപ്ഷൻ സി ഔട്ട്ലൈൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ആണ്. അതായത് സ്ലൈഡ് ആൻഡ് ഹാൻഡ് ഔട്ട് വരുന്നുണ്ട്, അതേപോലെ സ്പീക്കേഴ്സ് നോട്ട് വരുന്നുണ്ട്, ഔട്ട്ലൈൻ ഓരോ പേജിനൊക്കെ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നില്ല, അതാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്താണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്.